അന്തരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മൂന്നാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി അഞ്ചലിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് കവലയിൽ സംഘടിപ്പിച്ച ചരമവാർഷിക ദിനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവായിരുന്നുവെന്ന് സൈമൺ അലക്സ് അനുസ്മരിച്ചു. ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നമ്മളൊക്കെ അത്ഭുതത്തോടെയാണ് കണ്ടത്. തിരുവനന്തപുരം കൊല്ലത്ത് ഫാത്തിമാത നാഷണൽ കോളേജിന്റെ വരാന്തയിൽ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ജനസമ്പർക്ക പരിപാടി പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് അവസാനിക്കുമ്പോൾ അവസാനത്തെ ആളെയും കണ്ട് അവരുടെ കയ്യിൽ നിന്ന് അപേക്ഷയും വാങ്ങി ആ തുണ്ട് പേപ്പറിനകത്ത് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ ആ തീരുമാനം അവിടെ വെച്ച് എഴുതി കൊടുത്തിട്ട് പോയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. വർത്തമാനകാലത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്കും ഉമ്മൻചാണ്ടി ഒരു മാതൃകയാണ് എന്ന് തന്നെയാണ് എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് സൂചിപ്പിക്കാനും പറയുവാനുമുള്ളത്. അത് കേരള രാഷ്ട്രീയത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും ഉമ്മൻചാണ്ടി ഒരു മാർഗദർശിയായിരുന്നു, ഒരു നിഴലായിരുന്നു. ആ നിഴലായി മാർഗദർശിയായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. ഇവിടെ ഈ പ്രിയപ്പെട്ട ഷോം സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കാർക്കും ഉമ്മൻചാണ്ടിയാവാൻ കഴിയില്ല. പക്ഷേ ഉമ്മൻചാണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുടെ പാതയിലൂടെയെങ്കിലും സഞ്ചരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ദീർഘമായി കടന്നു പോകുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ദീപ്തമായ ഈ സ്മരണകൾക്ക് മുമ്പിൽ 1000 ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് CJ ഷോം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ഏരൂർ സുഭാഷ്, PB വേണുഗോപാൽ, അമ്മിണി രാജൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ B സേതുനാഥ്, അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ, ഗീവർഗീസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുവിള, ARM സന്തോഷ്, ജാസ്മിൻ മഞ്ചൂർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. നാട്ടുവാർത്ത, അഞ്ചൽ.